വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. അപ്പോൾ നമ്മുടെ NMMS എക്സാമിന് സോഷ്യൽ സയൻസിലുള്ള മൂന്നാമത്തെ ചാപ്റ്റർ മൂവ്മെന്റ്സ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പൊതുവേ കുട്ടികൾ എന്ത് പറയാറുണ്ട്, നല്ല ഡിഫിക്കൽട്ടാണ്. കാരണം കുറേ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാനുണ്ട്. സോ അതൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് നോക്കിയാലോ. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റ് എന്താണ്, കോറിയോളിസ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് 4 പോയിന്റ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, എന്താണ് ഈ കോറിയോളിസ് എഫക്റ്റിന്റെ കോസ്, കാരണം എന്താണ്, എർത്ത് റൊട്ടേഷൻ. എന്താണ് എർത്തിന്റെ റൊട്ടേഷൻ, എർത്തിന്റെ ആക്സിസിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ ഒരു റൊട്ടേഷൻ കാരണമായിട്ടുണ്ടാവുന്ന ഒരു എഫക്റ്റ് ആണ് കോറിയോളിസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ സംഭവം, ഓക്കെ, എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തോ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ എന്താണ് ഈ ഉണ്ടാവുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ്, ഇറ്റ് ചേഞ്ചസ് ദ ഡിറക്ഷൻ ഓഫ് വിൻഡ്സ് ആൻഡ് ഓഷ്യൻ കറൻസ്. അപ്പോൾ നമ്മുടെ എർത്തിൽ മൂവ് ചെയ്യുന്ന, കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന 2 കാര്യമാണ്. ഒന്ന് വിൻഡ്, അതായത് നമ്മുടെ എയർ. 2 എന്താണ്, ഓഷ്യൻ കറൻസ്, അതായത് ഓഷ്യനിലുള്ള വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിന്റെ റൊട്ടേഷൻ കാരണം, എർത്ത് എന്ന് പറയുന്നത് അത്രയും ബിഗ് ആയിട്ടുള്ള, ഹ്യൂജ് ആയിട്ടുള്ള, മാസീവ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ആണ് അല്ലേ. അപ്പൊ അത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും ഫോഴ്സിൽ തന്നെ ആയിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് കോൺസ്റ്റന്റ്ലി മൂവ് ചെയ്യുന്ന നമ്മുടെ എയറിനെയും വാട്ടറിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് അതിൽ വരുത്തുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്, അത് ഇവയുടെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ കോറിയോളിസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് എർത്തിന്റെ റൊട്ടേഷൻ കാരണം നമ്മുടെ വിൻഡിലും ഓഷ്യൻ കറൻസിലും ഡിറക്ഷൻ ചേഞ്ച് വരുന്നു. ദാറ്റ് ഈസ് കോൾഡ് കോറിയോളിസ് എഫക്റ്റ്. ഇതിന് കാരണമായിട്ടുള്ള ഫോഴ്സ് ആണ് എന്ത്, കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമുണ്ട്. ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങോട്ടായിരിക്കും പോകുന്നത്, റൈറ്റിലോട്ടായിരിക്കും പോകുന്നത്. ഇനി സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിലോ ലെഫ്റ്റിലോട്ടായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത്, കോറിയോളിസ് എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത കോൺസെപ്റ്റ് എന്താണ്, പെരിഹീലിയൻ ആൻഡ് അപ്ഹീലിയൻ. അപ്പോൾ എന്താണ് ഈ പെരിഹീലിയനും അപ്ഹീലിയനും, നമ്മുടെ എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സോ പെരി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പെരിഹീലിയൻ എന്ന് പറയുന്നത് പ്രോക്സിമൽ അല്ലെങ്കിൽ പ്രോക്സിമേറ്റ് എന്നുള്ള രീതിയിലാണ്. അതായത് എന്താണ്, നിയർ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോ നമ്മുടെ എർത്ത് സണ്ണിന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു സമയത്തിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെരിഹീലിയൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, എർത്ത് ഈസ് ക്ലോസസ്റ്റ് ടു ദ സൺ ഇൻ ഏർലി ജാനുവരി. ജാനുവരിയിലാണ്, ഏർലി ജാനുവരി, അതായത് ജാനുവരി ഒരു 4, 5, 6 ഈ ഒരു സമയത്തായിരിക്കും പെരിഹീലിയൻ നടക്കുന്നത്. ആ സമയത്തുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 91.4 മില്യൺ മൈൽസ് ആണ് എർത്ത് സണ്ണുമായിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഇനി അപ്ഹീലിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അപ്പോ എവേ, ദൂരെ. സോ എർത്ത് സണ്ണിൽ നിന്നും ഏറ്റവും എവേ ആയിട്ട്, ഫാർദസ്റ്റ് ആയിട്ടുള്ള ദൂരമാണ് അപ്ഹീലിയൻ എന്ന് പറയുന്നത്. അത് ഏകദേശം ജൂലൈ ആദ്യ ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ ആദ്യ സമയത്തായിരിക്കും. ആൻഡ് ദ ഡിസ്റ്റൻസ് ഈസ് 94.5 മില്യൺ മൈൽസ്. ഓക്കെ ആണല്ലോ, ഈസി അല്ലേ. അടുത്ത കോൺസെപ്റ്റ് എന്താണ്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. എന്താണ്, സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് ആണ്. അപ്പോൾ ഇതിനും നമുക്ക് കോസും ഡിറക്ഷനും പഠിക്കാനുണ്ട്. സോ കോസ് എന്ന് പറയുന്നത് എന്താണ്, ഇതിലും എർത്തിന്റെ റൊട്ടേഷൻ ആണ്. അപ്പോൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് എവിടെ നിന്ന് എവിടേക്കാണ്, നമുക്കറിയാം വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലോട്ടാണ് ഇല്ലേ. സോ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലോട്ട് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈസ്റ്റ് സൈഡിലായിരിക്കും ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈസ്റ്റ് സൈഡിലുള്ളവരായിരിക്കും ആദ്യം എന്ത് ചെയ്യുന്നത്, സൂര്യനെ കാണുന്നത്. അപ്പോൾ നമുക്ക് തോന്നി എന്ത്, സൂര്യനും മൂവ് ചെയ്യുന്നുണ്ട് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലോട്ട്. അതായത് നമ്മൾ ഓപ്പോസിറ്റ് പോകുന്നത് കൊണ്ട് സണ്ണ് നമ്മുടെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് എന്ന് നമുക്ക് തോന്നും. സോ വി ഫീൽ ലൈക്ക് സൺ ഈസ് മൂവിങ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്. ഇത് കാരണമാണ് നമ്മൾ സൺറൈസ് ഈസ്റ്റിലാണെന്ന് പറയുന്നില്ലേ. യെസ്, സൺറൈസ് എവിടെയാണ്, ഈസ്റ്റിലാണ്. അതുപോലെ സൺസെറ്റ് ഉണ്ട് അല്ലേ, സൂര്യൻ അസ്തമിക്കുന്നത്, അത്
വെസ്റ്റിലാണെന്ന് പറയും. ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മുടെ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ കൊണ്ടാണ്. ഈ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സണ്ണിന്റെ റീസൺ എന്താണ്? നമ്മുടെ എർത്തിന്റെ റൊട്ടേഷൻ ആണ്. ഇനി അടുത്ത കോൺസെപ്റ്റ് ആണ് ഇക്വിനോക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇക്വിനോക്സ്, സമ്മർ സോൾസ്റ്റൈസ്, വിന്റർ സോൾസ്റ്റൈസ്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഒരുമിച്ച് പഠിക്കാനുള്ളത്. സോ ഇക്വിനോക്സ് എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ സണ്ണിന്റെ ലൈറ്റ് ഉണ്ടല്ലോ, ഇത് സണ്ണാട്ടോ. സോ സണ്ണിന്റെ ലൈറ്റ് നേരിട്ട് നമ്മുടെ ഇക്വേറ്റർ, അതായത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ വന്ന് പതിക്കുകയാണ്. അത് 2 ദിവസമായിരിക്കും, 21 മാർച്ചിനും 23 സെപ്റ്റംബറിലും ആയിരിക്കും. ഇങ്ങനെ ഇക്വേറ്ററിൽ വന്ന് പതിക്കുന്ന സമയത്തുള്ള പ്രത്യേകത എന്താണെന്നറിയോ? നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും 2 സൈഡിലും ഈക്വൽ ഡേ ആൻഡ് ഈക്വൽ നൈറ്റ് ആയിരിക്കും. അതായത് ഡേയുടെയും രാത്രിയും പകലും എന്തായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെ തുല്യമായതുകൊണ്ട്, ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ അതിനെന്താ വിളിക്കുന്നത്? നമ്മൾ അതിനെ ഇക്വിനോക്സ് എന്ന് വിളിക്കും. ഇനി ഇതുപോലെ അടുത്തതാണ് എന്ത്? നമ്മുടെ വിന്റർ സോൾസ്റ്റൈസ്. വിന്റർ സോൾസ്റ്റൈസും ഇതുപോലെ തന്നെയാണ്. എന്താണ് ചെയ്യുക? സണ്ണിന്റെ റേസ് വന്നിട്ട് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അതായത് 23.5 ഡിഗ്രി സൗത്തില് നമ്മൾ നമ്മുടെ എർത്ത് വരക്കുകയാണ്. അപ്പൊ ദിസ് ഈസ് 0 ഡിഗ്രി അല്ലെ? എന്താണ്? ഇക്വേറ്റർ. ദെൻ വി ഹാവ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഹിയർ അല്ലെ? 23.5 ഡിഗ്രി സൗത്ത് അല്ലെ? അപ്പോ നമ്മുടെ സണ്ണുണ്ട് ഇവിടെ. സണ്ണിന്റെ റേസ് എന്ത് വരികയാണ്? നേരെ ഇങ്ങോട്ട് സദേൺ ഹെമിസ്ഫിയറിലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലോട്ട് വരികയാണ്. അതെന്നാണ്? അറൌണ്ട് 22 ഡിസംബർ 22 സമയത്തായിരിക്കും വരുന്നത്. ഇങ്ങനെ നേരിട്ട് വരുന്ന സമയത്ത് എന്തുണ്ടാവും അറിയോ? സദേൺ ഹെമിസ്ഫിയറിൽ എന്തുണ്ടാവും? സദേൺ ഹെമിസ്ഫിയറിൽ നേരെ സൂര്യന്റെ ലൈറ്റ് വരികയാണ്. അപ്പൊ എന്തായിരിക്കും? അവിടുത്തെ ഡേ എന്തായിരിക്കും? ലോങ് ആയിരിക്കും. അവർക്ക് എന്തുണ്ടായിരിക്കും? LD ഉണ്ടായിരിക്കും, ലോങ് ഡേ ഉണ്ടായിരിക്കും, SN ഉണ്ടായിരിക്കും. എന്താണ്? ഷോർട്ട് നൈറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? നേരെ തിരിച്ചെന്തായിരിക്കും? ഷോർട്ട് ഡേ ആയിരിക്കും, ലോങ് നൈറ്റ് ആയിരിക്കും. ഇനി വിന്റർ സോൾസ്റ്റൈസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആക്ച്വലി സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. അത് ഏകദേശം ജൂൺ 21 ടൈമിലായിരിക്കും വരുന്നത്. ഇതെന്താണെന്നറിയോ? സണ്ണിന്റെ റേസ് നേരെ എങ്ങോട്ട് പോകും? നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസറിലോട്ടാണ് പോവുക. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ പോകുമ്പോൾ ലോങ് ഡേ ഉണ്ടാവും. എവിടെ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ് ഡേ ഉണ്ടാവും, ഷോർട്ട് നൈറ്റ് ആയിരിക്കും. സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിലോ നേരെ തിരിച്ച് ഷോർട്ട് ഡേ ആയിരിക്കും, ലോങ് നൈറ്റ് ആയിരിക്കും. സോ നമ്മുടെ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ NMMS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മറ്റു ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ബൈ.